ഞാനിപ്പോൾ നിൽക്കുന്നത് രാമചന്ദ്രന്റെ മാമംഗലത്തെ വീടിന്റെ മുമ്പിലാണ്. ഇന്നലെ രാവിലെയാണ് രാമചന്ദ്രനും ഭാര്യയും അവരുടെ മകളും മകളുടെ 2 കുട്ടികളും അടങ്ങുന്ന സംഘം കശ്മീരിലേക്ക് പോയത്. ഈ ഹൈദരാബാദ് വഴിയാണ് അവർ കശ്മീരിലേക്ക് പോയത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി ഈ ബന്ധുക്കൾക്ക്, ഇവിടെ എത്തിയ ബന്ധുക്കൾക്ക് ആർക്കും തന്നെ അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. രാമചന്ദ്രന്റെ മറ്റൊരു മകൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണ്, ഹൈദരാബാദിൽ താമസമാണ്. മകൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് മകളെയും കൂട്ടി, മകളുടെ 2 മക്കളെയും കൂട്ടി രാമചന്ദ്രനും ഭാര്യയും ഇത്തരത്തിൽ ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പോയത്. ഹൈദരാബാദിലുള്ള മകൻ ഇപ്പോൾ കശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും മറ്റ് ബന്ധുക്കളെയും തന്നെ ഇവിടെയുള്ള മറ്റ് ബന്ധുക്കൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താണ് ശരിക്കും, എപ്പോഴാണ് പോയത്, എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും? കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ബന്ധുവാണ് അദ്ദേഹം നിൽക്കുന്നത്. ഏകദേശം 4:30 ഈ സംഭവം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു എന്നും അതിനോടൊപ്പം പ്രാർത്ഥന ചൊല്ലാൻ ചെയ്യുന്ന പറയുന്നത്. പിന്നെ മകളുടെ തലയിൽ തോക്ക് വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം കർണാടകയിൽ ഒരു IB ഓഫീസറും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഒപ്പമുണ്ടായിരുന്ന ഈ ഭാര്യയും അതോടൊപ്പം മകളും 2 കുട്ടികളൊക്കെ സുരക്ഷിതരാണോ? അവരിപ്പോൾ എവിടെ? കിട്ടിയ ഇൻഫർമേഷൻ അവരെല്ലാം സുരക്ഷിതരാണ്. മറ്റു കാര്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പിന്നെ സന്നാഹങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇദ്ദേഹം ഒരു നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു. ഇവിടെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ജനസമ്മതനായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ എടപ്പള്ളിയിലെ തന്നെ നല്ലൊരു കുടുംബത്തിലെ 2 പേരും സാമ്പിക്കൽ ഫാമിലി നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം നേരത്തെ വിദേശത്തായിരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴാണ് വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് സെറ്റിലായത്? വന്നിട്ട് ഒരു 2 വർഷത്തോളമായി. 2 വർഷത്തെ വിദേശത്ത് പുള്ളി ഒരു സെക്യൂരിറ്റി ഏജൻസി എന്തൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. പുള്ളിയും ഒരു പാർട്ണർഷിപ്പ്. യാത്രയെക്കുറിച്ചൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. ഇങ്ങനെ പോയി എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഹൈദരാബാദിലുള്ള മകനെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ഹൈദരാബാദിലല്ല, ശരിക്കും ബാംഗ്ലൂരാണ് അപ്പു വർക്ക് ചെയ്യുന്നത്. രാമേന്ദ്രൻ്റെ മാമൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടം വരെ എത്താൻ പറ്റുമെന്നുള്ളത് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആ ഏരിയയിൽ. ഔദ്യോഗികമായി ആരെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നൽകിയിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഷീലയുടെ സിസ്റ്റർ എന്തോ തൃപ്പൂണിത്തുറയുണ്ട്. അപ്പോൾ അവരെന്തോ വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞു അവരെ സേഫാണ്. രാമചന്ദ്രന്റെ ഭാര്യയുടെ സഹോദരിയല്ലേ? തൃപ്പൂണിത്തുറയെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അവർ ഷീലയും മോളും പിള്ളേരും ഒക്കെ സേഫാണെന്നാണ് അറിഞ്ഞത്. ഇന്നലെ ഈ പറയുന്ന ഇവിടുന്ന് നേരെ ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പോയതാണ്. അതാണ് എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോവുകയാണെന്നുള്ളത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എങ്ങനെയാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ ടൂർ പാക്കേജാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അപർണ, ഇതാണ് സാഹചര്യം. ഇപ്പോൾ ഇവിടെ എത്തിയ ബന്ധുക്കൾക്കൊന്നും അത്തരത്തിൽ വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ ആളുകളടക്കം എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ രാമചന്ദ്രനെ അറിയോ? ദുഃഖകരമായ സംഭവമായി പോയി. അദ്ദേഹം കുടുംബാംഗങ്ങളുമായിട്ട് ഒരു വിനോദയാത്ര തന്നെയായിരുന്നു. അതിനിടയ്ക്ക് സംഭവിച്ച ഒരു അനിഷ്ട സംഭവമാണ്. എല്ലാവർക്കും ദുഃഖകരമായ സംഭവമാണ്.